ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു. ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ദീപക് ആയിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴി വീഡിയോ എടുത്ത് ഉണ്ടാക്കിയതിന്റെ പേരിൽ മാനസിക സംഘർഷം കൊണ്ട് ഒരു പാവം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. നിന്റെയൊക്കെ ഒരു ധാർഷ്ട്യമുണ്ട്. നീയൊക്കെ എന്ത് കൊണ കാണിച്ചാലും നിയമമൊക്കെ നിന്റെ കൂടെ നിൽക്കുമെന്നുള്ള നിന്റെ ധാർഷ്ട്യം കാരണമാണ് പാവപ്പെട്ട മനുഷ്യർ ഇതുപോലെ ബലിയാ. ദയവേത് ബസ്സുകളിൽ നിങ്ങൾ ഒരു ബാരിക്കേഡ് ഒരു മറ വെച്ചതാ. ആണ് വേറെ പെണ്ണ് വേറെ. ഏത് കൂത്താട്ടോളത്തിലും കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ട് നീയൊക്കെ പറയുന്ന തോന്നിവാസങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് പറയുന്ന സ്ത്രീകൾക്ക് കൂടിയാണ് അപമാനം. കാരണം ഇനി ഒരു സ്ത്രീ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോലുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒരു മനുഷ്യനെ മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന സമയത്ത് ആ സ്ത്രീയെയും ആരും പൊതുസമൂഹം വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. പോയപ്പോ ആർക്ക് പോയി? അവന് പോയി, അവന്റെ കുടുംബത്തിന് പോയി. അവനെ ആശ്രയിച്ച് ഏതെങ്കിലും ജീവൻ ഉണ്ടായിരുന്ന ആ ജീവനെല്ലാം നഷ്ടപ്പെട്ടതിന് തുല്യമായിട്ട് ഈ പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരി ജസ്റ്റ് ഒരു റീച്ചിന് വേണ്ടിയും അതേപോലെ നമുക്കെല്ലാം കണ്ട് രസിക്കാൻ വേണ്ടിയും ഉള്ളൊരു കോണ്ടന്റ് ആയിട്ട് നമുക്ക് ഇട്ട് തന്നേക്കുവാണ്. ഇനി ഒരു പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർ ഇനി സമൂഹത്തിന്റെ മുന്നിൽ വന്ന് അവരുടെ സത്യാവസ്ഥ പുറത്തു പറഞ്ഞാൽ പോലും ഇനി ഒരാളും അവരെ ചെവി കൊള്ളത്തില്ല. കാരണം അങ്ങനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ അയാളോടൊന്ന് സംസാരിക്കേണ്ടിയിരുന്നു. നിങ്ങൾ അയാളോടൊന്ന് പ്രതികരിക്കേണ്ടിയിരുന്നു. ഇത് നോർമലായിട്ട് ബസ്സിലും ട്രെയിനിലും എല്ലാം കയറി ഞരമ്പത്തരം കാണിക്കുന്നവന്മാരെ കൂടെ രക്ഷിക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പച്ചരിച്ചോറിന് ഏതൊരു മനുഷ്യനും മനസ്സിലാവുകടി നീ അത് റീച്ചിന് വേണ്ടിയിട്ട വീഡിയോ ആണെന്നും ആ മനുഷ്യൻ ഇതിനകത്ത് നിരപരാധിയാണെന്നും ഏതൊരു കുഞ്ഞുങ്ങൾക്കും അറിയാടി. ഇല്ലേ, ആർക്കും നീതി വാങ്ങിക്കൊടുക്ക ആരുമില്ലേ? ഓ, മരിച്ചത് ആണാണല്ലോ അല്ലെ, അവന്റെ കുടുംബത്തിന് പോയി. അല്ലാണ്ട് എന്താ അവിടെ ആർക്കും നീതിയും വേണ്ട ഒന്നും. ആ ചേട്ടൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തതല്ല, ഇവള് ഈ പരനാറി കൊന്നതാണ്. ആ മനുഷ്യന് നീതി കിട്ടണം, അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിക്കണം. അതുപോലെ ആ മനുഷ്യനോട് മാപ്പ് ചോദിക്കുന്നു. ഈ സമൂഹം ഇങ്ങനെയാണ്.